PF ഓഫീസിൽ നിന്നും പെൻഷൻ ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് തൃശൂർ സ്വദേശി ശിവരാമൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടനകൾ. കൊച്ചി PF ഓഫീസിൽ ഉപരോധം ആരംഭിച്ചതോടൊപ്പം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് തീരുമാനം. അപ്പോളോ ടയേഴ്സ് താൽക്കാലിക ജീവനക്കാരനായിരുന്ന തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. PF ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന ആത്മഹത്യയ്ക്ക് ഉത്തരവാദികൾ PF ഓഫീസ് ഉദ്യോഗസ്ഥരാണെന്ന് ആരോപിച്ചാണ് വിവിധ പെൻഷൻ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇത് സൂചനാ സമരമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ഈ ശിവരാമേട്ടന് ഈ ഗതികേടുണ്ടാക്കിയിരുന്ന ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താനും അത് ആര് ചെയ്താലും അവരുടെ പേരിൽ ശക്തമായ നടപടികൾ, പോലീസ് നടപടികൾ എടുക്കാനും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ഈ കൊലക്കുറ്റത്തിൻ്റെ കേസെടുക്കാനും അയാളുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾ ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. നികൃഷ്ടരും നീചരും മ്ലേച്ഛരുമായ അധമന്മാരായ കുറേ ആൾക്കാരാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറയാൻ യാതൊരു മടിയില്ല. ഈ PF ഓഫീസിൻ്റെ നീക്കിയിരിപ്പ്, അവകാശികളില്ലാത്ത നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞാൽ 60,000 കോടിയാണ് 5 വർഷങ്ങൾക്ക് മുമ്പ്. എങ്ങനെയാണ് ഈ 60,000 കോടി രൂപ ഈ ഓഫീസിനകത്ത് 60,000 എങ്ങനെ നീക്കിയിരിപ്പ് 60,000 കോടി എങ്ങനെ വന്നു? ഇതേമാതിരിയുള്ള ശിവരാമന്മാരെ ആട്ടി ഓടിക്കുമ്പോൾ അവർ പോയി ആത്മഹത്യ ചെയ്യുമ്പോൾ വരുന്ന നീക്കിയിരിപ്പും ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്ത ആൾക്കാരുടെ, അറിവില്ലാത്ത നിരക്ഷര കുട്ടികളായ ആൾക്കാരുടെ പടമാണ് ഈ ഓഫീസിലിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശിവരാമൻ PF ഓഫീസിലെ ശുചിമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജനന തീയതിയിലെ തെറ്റുതിരുത്താൻ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നെങ്കിലും ശിവരാമന് ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നുവെന്ന് മക്കളും ആരോപിച്ചിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരോട് PF ഓഫീസ് ജീവനക്കാരുടെ ഇടപെടൽ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഓഫീസിലെത്തുന്ന ജീവനക്കാരും പെൻഷനേഴ്സ് യൂണിയനുകളും ഉയർത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.